ഹായ് എവരി വൺ. അപ്പോൾ ബ്ലഡ് റിലേഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കുറച്ച് പെർട്ടിക്കുലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ബാക്കിയുള്ള ടൈപ്പ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുവരെ പ്രീവിയസ് ഇയർ ആയിട്ട് TCS പാറ്റേണിൽ ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ടൈപ്പും ഈ സെക്കൻഡ് പാർട്ടോട് കൂടി കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് തരുന്ന വർക്ക്ഷീറ്റ് അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നിന്നാണ്, എല്ലാം ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിന്നാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ മര്യാദ ചെയ്ത് നോക്കുക. ടൈം പെട്ടെന്ന് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിൽ നമ്മളോട് ചോദിക്കുക, നമ്മളെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡൗട്ട് എന്താണെന്നുള്ള ക്ലിയർ ചെയ്തിട്ട് അടുത്ത സെഷനിലായിട്ട് പോയാൽ മതി. ഓക്കെ, കുറേ വേർഡിങ്സിലൊക്കെ ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ക്ലിയർ ചെയ്ത് പോവാം. എന്തായാലും നമുക്ക് ലെസണിലേക്ക് നീങ്ങാം. അടുത്തത് ഒരുപാട് ടൈപ്പ് റിലേഷൻ വന്നിട്ടുണ്ട്. A% B മീൻസ് A is the mother of B. A% B മീൻസ് A ഡോളർ കേട്ടോ, സിമ്പിൾ മാറി. A is the father of B. ഇതേതാണ് സിമ്പിൾ? ഹാഷ്. A# B മീൻസ് A is the brother of B. A and B മീൻസ് A is the sister of B. അപ്പോൾ ഈ സിമ്പിൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. ഈ കൂട്ടത്തിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നോട്ട് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്? ഇത് അത്യാവശ്യം നല്ല സമയം എടുക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇങ്ങനെ ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രയൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എല്ലാ ചോദ്യം കഴിഞ്ഞ് വന്നിട്ട് ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. 2 മിനിറ്റ് എന്തായാലും മിനിമം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഈ ഒരു ഏരിയയിൽ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ തുടക്കം തന്നെ ചെയ്യണം. നിങ്ങൾ ഈ ഏരിയയിൽ കുറച്ച് സ്ലോ ആണെന്നുണ്ടെങ്കിൽ, എൻ്റെ കേസിൽ ഞാൻ കുറച്ച് സ്ലോ ആണ്, ഉള്ള കാര്യം പറയാലോ. ഈ ഒരു ഏരിയയിൽ ഞാൻ കുറച്ച് സ്ലോ ആണ്, ബ്ലഡ് റിലേഷനിൽ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ പോസിബിളി ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ എന്തായാലും സ്കിപ്പ് ചെയ്യും. നിങ്ങൾ എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യണം, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ ആണ് നിങ്ങളിത് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കാം. $H. $H എന്ന് പറഞ്ഞാൽ ഡോളർ എന്നുള്ള സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? A is the father of B. അപ്പോൾ $H എന്ന് പറഞ്ഞാൽ J is the, അങ്ങനെ വായിക്കണം കേട്ടോ. J is the father of H. ആ രീതി വായിക്കണം. J ആണ് Hന്റെ ഫാദർ. ഓക്കെ, ഇത് H ആണ്, Hന്റെ ഫാദർ ആണ് J. അങ്ങനെ വായിക്കണം. അല്ലാതെ $H എന്ന് പറഞ്ഞാൽ H is the father of J എന്ന് വായിക്കരുത്. തിരിച്ചു വായിച്ചാൽ തെറ്റാണ്. കറക്റ്റ് ആ ഓർഡർ തന്നെ വായിക്കണം. ഓക്കെ, A is the father of B എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ J is the father of H. രണ്ടാമത്തെ നമ്മൾ ഇങ്ങനെ വായിക്കണം. ഓക്കെ, ഈ ഫുൾ റിലേഷൻ ഇങ്ങനെ തരികയാണെങ്കിൽ രണ്ടാമത്തെ റിലേഷൻ നമ്മൾ ഇങ്ങനെ വായിക്കണം. H#R. H#R എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഷ് എന്ന് പറഞ്ഞാൽ A is the brother of B. അപ്പോൾ ഇത് നമ്മളെങ്ങനെ വായിക്കും? H is the brother of R. അപ്പോൾ H എന്ന് പറഞ്ഞാൽ ബ്രദറാണ്. ആരുടെ ബ്രദറാണ്? R എന്ന ആളുടെ ബ്രദറാണ്. ഓക്കെ, അപ്പോൾ ഈ J എന്ന് പറഞ്ഞ ആൾ ആറിൻ്റെ Hന്റെ ഫാദർ ആണെന്നുള്ള കാര്യം കിട്ടി. പിന്നെ അടുത്തെന്താണ്? അടുത്തത് R%N. പെർസെൻറ്റേജ് എന്താണ്? A is the mother of B. അപ്പോൾ R is the mother of B അല്ലേ? R%N എന്ന് പറഞ്ഞാൽ R is the mother of N. N എന്ന് പറഞ്ഞ ആറിലെ മദറാണ് R. അപ്പോൾ R എന്താണ്? നെഗറ്റീവ് ആണ്. എറേസ് ചെയ്തോളെ അല്ലേ? ഓക്കെ, പിന്നെ അടുത്ത സെന്റൻസ് എന്താ പറയുന്നത്? N and T. ആൻഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? A is the sister of B. അപ്പോൾ N is the sister of T. അപ്പോൾ N is the sister of T. N-ഉം T-യും സിബ്ലിങ്സ് ആണ് അല്ലേ? ഓക്കെ, N is the sister of T. പിന്നെ അടുത്തെന്താ പറയുന്നത്? T#U. ആഷ് എന്താണ്? is the brother of B. അപ്പോൾ T is the brother of U എന്നാണ് പറയുന്നത്. U എന്ന ആളുടെ ബ്രദർ ആണ്. അപ്പോൾ T എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ U എന്ന ആളുടെ ബ്രദർ ആണ്. U ഇവിടെ വരയ്ക്കും അല്ലേ? ഓക്കെ, അപ്പോൾ U ആറിന്റെ ചൈൽഡ് ആണ്. പിന്നെന്താണ്? U%P. U%P എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എന്താണ്? A is the mother of B. അപ്പോൾ U is the mother of P. U അപ്പോൾ ലേഡി ആണ്. U is the mother of P. P എന്ന ആളുടെ മദർ ആണ്. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കുക, അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിട്ടുള്ളത്? R is the mother of U. R U എന്ന ആളുടെ മദർ ആണോ? യെസ്, ഓഫ് കോഴ്സ് R U എന്ന ആളുടെ മദർ ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. N is the sister of P. N സിസ്റ്റർ ഓഫ് P ന്റെ സിസ്റ്റർ ആണോ? അല്ല, രണ്ട് ജനറേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സിസ്റ്റർ എന്തായാലും അല്ല, ഇത് തെറ്റാണ്.
എന്തായാലും ഇതാണ് ആൻസർ. ആൻസർ അപ്പോൾ ഇതായിരിക്കും. ഏതാണ് നോട്ട് കറക്റ്റ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഇതാണ്. പക്ഷെ ബാക്കിയുള്ള ഓപ്ഷൻ കൂടി ശരിയാണെന്ന് നോക്കാം. ജെ ഇസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എൻ. ജെ എന്തായാലും ഫാദർ ആണ്. എൻ എന്ന ആളുടെ മദറിന്റെ ഫാദർ ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആണ്. പിന്നെന്താണ്, ആർ ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് മദർ ഓഫ് പി. പി എന്ന ആളുടെ മദറിന്റെ മദർ ആണ് ആറ്. ഓക്കെ, അതും കറക്റ്റ് ആണ്. എക്സാക്ട്ലി ആൻസർ. അടുത്ത ദിവസം ചെയ്യാം. ഇവിടെ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 3 റിലേഷൻസ് തന്നിട്ടുണ്ട്. 3 ഉള്ളൂ. അതൊന്നുകൂടി നല്ലതാണ്. 4 ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ട്രാപ്പല്ല, കുറച്ചുകൂടി ചെയ്യേണ്ടി വന്നേനെ. അടുത്തത് എന്താണ്, ഓക്കെ, ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ നമുക്ക് പെഡിഗ്രി ചാർട്ട് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ജെ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഒന്ന് വരച്ചു നോക്കാം. പി, ഈ സാധനം എന്താണ്, എക്സ്ക്ലമേഷൻ മാർക്ക് എച്ച്. പി ഈസ് ദ ബ്രദർ ഓഫ് എച്ച് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. പി എന്താണ്, പോസിറ്റീവ് ആണ്. ബ്രദർ ഓഫ് എച്ച്, എച്ചിന്റെ ബ്രദർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. പിന്നെന്താണ്, എച്ച് പ്ലസ് ക്യൂ. പ്ലസ് എന്താണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്, എ ഈസ് ദ ഫാദർ ഓഫ് ബി. അപ്പൊ എച്ച് ഈസ് ദ ഫാദർ ഓഫ് ക്യൂ, അങ്ങനെ വായിക്കണം. എച്ച് ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. അപ്പൊ എച്ച് പോസിറ്റീവ് ആണ്. എച്ച് ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ക്യൂ എന്ന ആളുടെ ഫാദർ ആണ്. ക്യൂവിന്റെ ജെൻഡർ അറിയില്ല. ക്യൂ പെർസെന്റേജ് എം. പെർസെന്റേജ് എന്താണ്, സിസ്റ്റർ. എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. അപ്പൊ ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് എം. ക്യൂ നെഗറ്റീവ്, സിസ്റ്റർ ഓഫ് എം. എം പ്ലസ് ടി. എം ഈസ് ദ ഫാദർ ഓഫ് ടി. എം ഈസ് ദ ഫാദർ ഓഫ് ടി. ടി എന്ന ആളുടെ ഫാദർ ആണ് എം. അല്ല, ടി ആണ്. ടി എന്ന ആളുടെ ഫാദർ ആണ് എം. ടി പെർസെന്റേജ് കെ. ടി പെർസെന്റേജ് കെ എന്ന് പറഞ്ഞാൽ പെർസെന്റേജ് എന്താണ്, എ ഈസ് ദ സിസ്റ്റർ ഓഫ് ബി. ടി ഈസ് ദ സിസ്റ്റർ ഓഫ് കെ. ടി നെഗറ്റീവ് ആണ്. ടി ഈസ് ദ സിസ്റ്റർ ഓഫ് കെ. കെ എന്ന ആളുടെ സിസ്റ്റർ ആണ്. അപ്പൊ തന്നെ നമുക്ക് കിട്ടി. നമുക്ക് ജെ, ക്യൂവും ജെയും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടത് അല്ലേ. ക്യൂ നമുക്ക് കിട്ടിയിട്ട് ജെ. അപ്പൊ ജെ എത്തുന്നവരെ ചെയ്യണം. ഓക്കെ, കെ പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് ജെ. കെ ഈസ് ദ ബ്രദർ ഓഫ് ജെ അല്ലെ. കെ ഈസ് ദ ബ്രദർ ഓഫ് ജെ. ജെ എന്ന ആളുടെ ബ്രദർ ആണ് ജെ എന്ന് പറയുന്നത്. ഹൗ ഈസ് ക്യൂ റിലേറ്റഡ് ടു ജെ. ക്യൂ ആരാണ്, ജെന്റെ ആരാണ്, ജെന്റെ ഫാദറിന്റെ സിബ്ലിങ്സ് ആണ് അല്ലെ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും, പറ്റേണൽ ആൻഡ്. ഓക്കെ, പറ്റേണൽ ഓണ്ട് എന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാം. കാരണം ഫാദറിന്റെ സിസ്റ്റർ ആണ്. പറ്റേണൽ ഓണ്ട്, ഫാദറിലൂടെയാണ് റിലേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നമുക്ക് പറ്റേണൽ ഓണ്ട് എന്നുള്ള കാര്യം പറയാം. മറ്റേണൽ ആണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മദറിന്റെ സിസ്റ്റർ. മദറിന്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മറ്റേണൽ ആണ്ടാണ്. ഇതെന്താണ്, ഫാദറിന്റെ സിസ്റ്റർ ആണ്. അതുകൊണ്ടാണ് പറ്റേണൽ, ഫാദർ ത്രൂ ആണ് റിലേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. അടുത്ത ചോദ്യം, റോണികാസ് ഒള്ളി ബ്രദർ അല്ലെ. റോണികാസ് ഒള്ളി ബ്രദർ വിക്രം ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കൃതികാസ് മദർ സീജൽ. ഇതെവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം, റോണികന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോണിക ഒള്ളി ബ്രദർ വിക്രം. വി നിട്ടാൽ മതി, വിക്രം ഫുൾ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഈസ് ദ ഹസ്ബൻഡ് ഓഫ് കൃതികാസ് മദർ സീജൽ. അപ്പൊ ഇയാള് വിക്രം എന്ന് പറഞ്ഞാൽ ബ്രദർ അല്ലേ, അപ്പൊ പോസിറ്റീവ് ആണ്. വിക്രം ഈസ് ദ ഹസ്ബൻഡ് ഓഫ്, വിക്രത്തിന്റെ ഭാര്യന്റെ പേരപ്പം എന്താണ്, സീജൽ എന്നാണ് അല്ലെ. ആ സീജൽ ആക്ച്വലി ആരാണ്, കൃതികയുടെ മദർ ആണ്. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും ചൈൽഡ് ആണ് കൃതിക എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത് നെഗറ്റീവ് ആണ്. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്, ഹൗ ഈസ് റോണിദാസ് മദർ. റോണിതന്റെ മദർ കൊടുക്കാം, നെഗറ്റീവ് അല്ലെ. റിലേറ്റഡ് മദർ ചാന്ദിനി. മദറിന്റെ പേര് ചാന്ദിനി എന്നുണ്ട്. തൽക്കാലം ചാന്ദിനിന്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കൊടുത്തു. റിലേറ്റഡ് ടു കൃതിക. കൃതികയുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൃതിക ആണാണ് പെണ്ണാണെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. കൃതികന്റെ ആരാണ്, ചാന്ദിനി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചാന്ദിനി ആരാണ്, കൃതികന്റെ ഫാദറിന്റെ മദറാണ്. ഫാദറിന്റെ മദർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ റിലേറ്റ് ചെയ്യുക. അപ്പോൾ ഗ്രാൻഡ് മദർ ആണെന്നുള്ള കാര്യം കിട്ടി. പാറ്റേണൽ ഗ്രാൻഡ് മദർ ആണോ മെറ്റേണൽ ഗ്രാൻഡ് മദർ ആണോ എന്നുള്ള കാര്യം കിട്ടാൻ എന്താണ്, പാറ്റേണൽ. ത്രൂ ഫാദർ ആണെന്നുണ്ടെങ്കിൽ പാറ്റേണൽ ആയിരിക്കും, ത്രൂ മദർ ആണെന്നുണ്ടെങ്കിൽ മെറ്റേണൽ ആയിരിക്കും. ഇവിടെ എന്താണ്, ത്രൂ ഫാദർ ആണ്. ഫാദറിന്റെ അമ്മയാണ് ചാന്ദിനി അല്ലെ. ഫാദറിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ എന്താണ്, പാറ്റേണൽ ഗ്രാൻഡ് മദർ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊന്ന് കെയർഫുൾ ആയി ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ മിസ്റ്റേക്ക് വരുന്ന കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ചെയ്തു പോകും. പ്രീതി ഈസ് ദ ഓൺലി സിസ്റ്റർ ഓഫ് വിരാട്. അപ്പോൾ പ്രീതി എന്ന് പറഞ്ഞാൽ വിരാടിൻ്റെ സിസ്റ്ററാണ് അല്ലേ. പ്രീതി സിസ്റ്റർ ആകുമ്പോൾ നെഗറ്റീവ്, വിരാട് എന്താണെന്ന് അറിയില്ല, അവിടെ കേട്ടെ. ഓക്കെ, ഒള്ളി സിസ്റ്ററാണ്, ആകെ വിരാടിനുള്ള സിസ്റ്ററാണ് പ്രീതി. ഈ ഡയലോഗൊക്കെ ഓർത്ത് വെക്കണ്ടോ, ശ്രദ്ധിച്ച് ഓർത്ത് വെക്കണം. അടുത്തത് മനോജ് ഈസ് ദ സൺ ഓഫ് ദിലീപ്. അപ്പോൾ ഇവിടെ മനോജ്, ദിലീപ് എന്ന് എവിടെയെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ നമ്മൾ ഈ പെഡിഗ്രി ചാർട്ടിൽ ദിലീപ് ഒന്നുമില്ല, തൽക്കാലം അത് മാറ്റി വെക്കട്ടെ. പിന്നെ ഈ സെൻറ്റൻസ് ദിലീപ് ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മായ എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. ദിലീപ് ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മായ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. മനോജ് ആണോ മായൻ്റെ ഹസ്ബൻഡ്, അതേപോലെ ദിലീപാണോ മായൻ്റെ ഹസ്ബൻഡ് എന്നുള്ള കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി ഈ ഹൂ എന്നുള്ള ഒരു പ്രോനൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ആരായിരിക്കും ഹൂ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്? ഹൂ എന്ന ടേമിൻ്റെ തൊട്ടടുത്തുള്ള ടേം, അതായത് ദിലീപ് ആയിരിക്കും എന്ത്, ഹസ്ബൻഡ് ഓഫ് മായ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ശരിക്കും ഇംഗ്ലീഷിൽ ചെറിയ നോളജ് കൂടി വേണം ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ആ ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. അടുത്തെന്താണ്, വിരാട് ഈസ് ദ സൺ ഓഫ് ദേവാൻഷ്. വിരാട് സണ്ണാണ് ആരുടെ, ദേവാൻഷ്. ഓക്കെ, അടുത്തത് ദേവാൻഷ് ഈസ് മനോജ് ഫാദർ ഇൻ ലോ. ഓക്കെ, ദേവാൻഷ് എന്ന് പറഞ്ഞാൽ മനോജിന്റെ ഫാദർ ഇൻ ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മനോജിന്റെ ഏതൊരു കുട്ടിന്റെ ഹസ്ബൻഡാണ് ആര്, ദേവാൻഷിന്റെ ഏതൊരു കൊച്ചിന്റെ ഹസ്ബൻഡാണ് മനോജ്. അപ്പോൾ ദേവാൻഷിന് ആകെ ഒറ്റ പെൺകുട്ടികൾ, കാരണം എന്താണ്, വിരാടിന് ആകെ ഒറ്റ സിസ്റ്ററുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രീതി എന്ന ആളുടെ ഹസ്ബൻഡ് ആയിരിക്കും ആര്, മനോജ്. ഓക്കെ, അപ്പോൾ മനോജ് കൊടുക്കുന്നു. മനോജ് ആരാണ്, പ്രീതി എന്ന ആളുടെ ഹസ്ബൻഡാണ് മനോജ്. പിന്നെ എന്താണ് പറയുന്നത്, ദേവാൻഷ് ഫാദർ ഇൻ ലോ ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ദേവാൻഷ് ഫാദർ ഇൻ ലോ. പിന്നെ വേറെ എന്താ പറയുന്നത്, മനോജ് ഇസ് ദ സൺ ഓഫ് ദിലീപ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സംഭവം അല്ലേ, മനോജ് ഇസ് ദ സൺ ഓഫ് ദിലീപ്. മനോജ് ഇതല്ലേ മനോജ് ഇസ് ദ സൺ ഓഫ് ദിലീപ് അല്ലേ. ദിലീപ് എന്ന ആളുടെ സണ്ണാണ് മനോജ്. പിന്നെന്താ പറയുന്നത്, ദിലീപ് ഹൂ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് മായ എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽ ദിലീപ് ആരാണ്, ആക്ച്വലി ദിലീപ് മായ എന്ന ആളുടെ ഹസ്ബൻഡാണ് ദിലീപ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിലീപിന് പോസിറ്റീവ്, മായ നെഗറ്റീവ്. ഓക്കെ, ഹൗ ഈസ് മായ റിലേറ്റഡ് ടു പ്രീതി. മായ പ്രീതിയുടെ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീതിന്റെ ഹസ്ബൻഡിന്റെ മദർ അല്ല ആക്ച്വലി മായ എന്ന് പറയുന്നത്, ഹസ്ബൻഡിന്റെ മദർ. ഓക്കെ, ഹസ്ബൻഡിന്റെ മദർ നമ്മൾ എന്താ പറയുക, മദർ ഇൻ ലോ എന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, നേരത്തെ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിലെ പോലെ ഒരുപാട് 4 രീതിയിൽ സിമ്പിൾസ് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്, 4 രീതിയിൽ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ശ്രദ്ധിക്കണം, നോട്ട് കറക്റ്റ് ആണെന്നല്ല ചോദിച്ചിട്ടുള്ളത്, കറക്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുന്നത് അത് കറക്റ്റ് ആണ്, റിലേഷൻ കറക്റ്റ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അങ്ങനെയാണ് നിങ്ങൾ അത് മാർക്ക് ചെയ്ത് പോകരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ഈ നോട്ട് എന്നുള്ളത് ക്യാപ്സ് ലോക്ക് തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ അതെങ്ങനെ ചെയ്യുക, A പെർസെൻറ്റേജ് ബി എന്ന് പറഞ്ഞാൽ A ഇസ് ദ സൺ ഓഫ് ബി. അപ്പോൾ ആ റിലേഷനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, S#Z എന്ന് പറഞ്ഞാൽ എന്താണ്, S ഈസ് ദ ഹസ്ബൻഡ് ഓഫ് Z. അപ്പോൾ S കൊടുക്കുന്നു, Z കൊടുക്കുന്നു. S Z-ൻ്റെ ഹസ്ബൻഡാണ് അല്ലേ. അപ്പോൾ S പ്ലസ് Z നെഗറ്റീവ്. പിന്നെന്താണ് അടുത്തത് Z അറ്റ് R. അറ്റ് എന്ന് പറയുമ്പോൾ A ഈസ് ദ സിസ്റ്റർ ഓഫ് B, Z ഈസ് ദ സിസ്റ്റർ ഓഫ് R. Rൻ്റെ സിസ്റ്ററാണ് Z. ഓക്കെ, പിന്നെന്താണ് അടുത്ത് പറയുന്നത്, R പെർസെൻറ്റേജ് K. പെർസെൻറ്റേജ് ഇവിടെ A ഇസ് ദ സൺ ഓഫ് B, R ഇസ് ദ സൺ ഓഫ് K. R എന്ന് പറഞ്ഞാൽ Kൻ്റെ സണ്ണാണ്. പിന്നെന്താ പറയുന്നത്, K#J. K ഈസ് ദ ഹസ്ബൻഡ് ഓഫ് J എന്നാണ് പറയുന്നത്. K ഈസ് ദ ഹസ്ബൻഡ് ഓഫ് J. പിന്നെ അടുത്ത് എന്താണ്, J ആൻഡ് T. ആൻഡ് T എന്ന് പറഞ്ഞാൽ എന്താ, A ഈസ് ദ മദർ ഓഫ് B എന്നാണ്. അപ്പോൾ J ആൻഡ് T എന്ന് പറഞ്ഞാൽ J ഈസ് ദ മദർ ഓഫ് T. T എന്ന ആളുടെ മദറാണ് ആര്. ഓക്കെ, അപ്പോൾ ആറും അതേപോലെ T എന്നുള്ള ആളും ആക്ച്വലി ആരാണ്, Kൻ്റെയും Jൻ്റെയും മക്കളാണ്. പിന്നെ അടുത്ത ടേം എന്താണ്, T#N. T#N എന്ന് പറയുമ്പോൾ ഹാഷ് എന്താണ്, ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ T ഈസ് ദ ഹസ്ബൻഡ് ഓഫ് N. എൻ്റെ ഹസ്ബൻഡാണ് T.
അപ്പോൾ ഓക്കെ അല്ലേ, എല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ഇവിടെ 4 ഓപ്ഷൻസ് നോക്കാം. ജെ ഈസ് ദ മദർ ഓഫ് എസ്. ജെ മദറാണ് ആരുടെയാണ്? എസിൻ്റെ. ജെ ഈസ് ദ മദർ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ അല്ല, എസിൻ്റെ മദർ അല്ല ജെ, സെഡിൻ്റെ മദറാണ് ജെ. എസിൻ്റെ മദർ ഇൻ ലോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതാണ് ആൻസർ. എന്തായാലും ബാക്കിയുള്ള ചെയ്ത് നോക്കാം. ആർ ആൻഡ് ടി ആർ ബ്രദേഴ്സ്. ആറും ടിയും ബ്രദേഴ്സാണ്. ഇത് റിലേഷൻ കണ്ടാൽ തന്നെ കെ ജെ എന്ന 2 ദമ്പതിമാരുടെ മക്കളാണ് ആറും ടിയും. അവർ തമ്മിൽ രണ്ടും പോസിറ്റീവാണ്, അപ്പോൾ രണ്ടും ബ്രദേഴ്സാണ്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അടുത്തത് കെ ഈസ് ദ ഫാദർ ഇൻ ലോ ഓഫ് എൻ. കെ ഫാദർ ഇൻ ലോ ഓഫ് എൻ, എന്നിൻ്റെ ഫാദർ ഇൻ ലോ ആണ്. യെസ് ആണ്, കാരണം എന്ന് കെട്ടിയിരിക്കുന്ന ആരാണ്? ടി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ടി ആക്ച്വലി ആരാണ്? ടി എന്ന് പറഞ്ഞാൽ കെ എന്ന ആളുടെ മകനാണ് ടി. ഓക്കെ, അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ആരാണ്? കെ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ഫാദർ ഇൻ ലോ ആണ്. സെഡ് ഈസ് ദ സിസ്റ്റർ ഓഫ് ടി. സെഡ് ടി എന്ന ആളുടെ സിസ്റ്ററാണ്. യെസ് ആണ്, കാരണം സെഡ് ആറ് ടി ഇവരൊക്കെ എന്താണ്? ഒരു അച്ഛനമ്മക്ക് ഉണ്ടായിരുന്ന മക്കളാണ്. അപ്പോൾ സെഡ് സിസ്റ്ററാണ് ടീൻ്റെ, അതും കറക്റ്റാണ് റിലേഷൻ. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ്. ഇവിടെ ഓപ്ഷൻ എ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ നിർത്തിയിട്ട് ബാക്കിയിൽ നോക്കാനും നിൽക്കണ്ട, നേരെ പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോകാം. നിങ്ങൾ ചെയ്ത് വളരെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേറെ ചിന്തിക്കാനൊന്നുമില്ല, ഉത്തരം മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദർ ആർ 2 മാരീഡ് കപ്പിൾസ് ഇൻ എ ഫാമിലി. ഓക്കെ, ഇത് കുറച്ച് പേര് നോക്കും, പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും എ ബി എന്നൊക്കെ എഴുതി ശീലിച്ചിട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഹാഷ്, അറ്റ്, പെർസെൻറ്റേജ്, എ, എഫ്, എന്ത് ബുദ്ധിമുട്ടുള്ള സിമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ മിസ്റ്റേക്ക് പറ്റാതെ എഴുതണം കേട്ടോ. എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്കും പറ്റാതെ എഴുതിയിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ കെയർഫുൾ ആയിരിക്കും, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കെയർഫുൾ ആയിരിക്കും. ഒരുപാട് റിലേഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ദർ ആർ 2 മാരീഡ് കപ്പിൾസ് ഇൻ എ ഫാമിലി. ഫാമിലിയിൽ 2 മാരീഡ് കപ്പിൾസ് ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, 2 മാരീഡ് കപ്പിൾസ്. പെർസെൻറ്റേജ് ഹാസ് 2 ചിൽഡ്രൻ. പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജിന് 2 മക്കളുണ്ട്. എ ഈസ് ദ വൈഫ് ഓഫ് അറ്റ്. എ എന്ന് പറഞ്ഞത് അറ്റിൻ്റെ വൈഫാണ്. തൽക്കാലം ഇത് അവിടെ നിൽക്കട്ടെ, ചെയ്തിട്ടില്ല എന്ന് അടയാളപ്പെടുത്തുക. അറ്റ്. ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ഹാഷ്. അറ്റ് എന്ന് പറയുമ്പോൾ ഹാഷിൻ്റെ ബ്രദറാണ് അറ്റ്. എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് പെർസെൻറ്റേജ്. എഫ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ ഡോട്ടറാണ്. ഓക്കെ, യു ഈസ് ദ സിസ്റ്റർ ഓഫ് എസ്. യു എന്ന് പറഞ്ഞത് എസിൻ്റെ സിസ്റ്ററാണ്. പോട്ടെ, നമുക്കറിയില്ല. ഹൂ ഈസ് ദ സൺ ഓഫ് അറ്റ്, അത് നമുക്കറിയില്ല. ടി ഈസ് ദ സൺ ഓഫ് ഹാഷ്, അത് നമുക്കറിയില്ല. ഹൂ ഈസ് എ മെയിൽ. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകൂടി മര്യാദ ചെയ്യേണ്ടി വരില്ലേ? അപ്പോൾ ഇത് മര്യാദ ചെയ്ത് നോക്കാം വേറെ രീതിയിൽ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തന്ന ഡാറ്റ വെച്ചിട്ടാണ്, പെർസെൻറ്റേജിൻ്റെ ഡാറ്റ വെച്ചിട്ടാണ്. അത് വെച്ചിട്ട് വർക്ക് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് മാറ്റി പിടിക്കാം. എ വെച്ചിട്ട് ചെയ്യാം. എ ഈസ് ദ വൈഫ് ഓഫ് അറ്റ്. അതിലല്ലേ കൂടുതൽ ഡീറ്റെയിൽ ഉള്ളത്, ഈ സെൻറ്റൻസിലല്ലേ കൂടുതൽ ഡീറ്റെയിൽ ഉള്ളത്. എ, അറ്റ്, ഹാഷ്, ഈ 3 ആളുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സെൻറ്റൻസ് ആദ്യം ചൂസ് ചെയ്യായിരിക്കും ഒന്നുകൂടി നല്ലത്. ഒരുപാട് ഡീറ്റെയിൽ ഉള്ള സെൻറ്റൻസ് ആദ്യം ചൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ എ ഈസ് ദ വൈഫ് ഓഫ് അറ്റ്. എ എന്ന് പറഞ്ഞാൽ അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. എ ഈസ് ദ വൈഫ് ഓഫ് അറ്റ്. അറ്റിൻ്റെ വൈഫാണ് എ. എന്താണത്? ഓക്കെ, ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ഹാഷ്. അറ്റ് ഹൂ ഈസ് ദ ബ്രദർ ഓഫ് ഹാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് എന്നുള്ള ആളാണ്. ഹൂ എന്ന ടേമിൻ്റെ അടുത്തുള്ളത് ഏതാണ് ടേം? അറ്റാണ്. അപ്പോൾ അറ്റായിരിക്കും എന്ത്? അറ്റ് എന്ന് പറഞ്ഞ വാക്കായിരിക്കും ആഷ് എന്ന വാക്കിൻ്റെ ബ്രദർ. ആഷിൻ്റെ ബ്രദർ. ഓക്കെ, ഹാഷിൻ്റെ ബ്രദറാണ്. പിന്നെന്താ പറയുന്നത്? എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജിൻ്റെ ഡോട്ടറാണ് എഫ്. ഓക്കെ, നമ്മളിവിടെ വരച്ചിട്ടുള്ള റിലേഷൻ. യു ഈസ് ദ സിസ്റ്റർ ഓഫ് എസ്. എസിൻ്റെ സിസ്റ്ററാണ് യു. ഹൂ ഈസ് ദ സൺ ഓഫ് അറ്റ്. അപ്പോൾ എസ് ഹൂ ഈസ് ദ സൺ ഓഫ് അറ്റ്. ഓക്കെ, അപ്പോൾ എസ് എന്ന് പറയുന്നത് അറ്റിൻ്റെ സണ്ണാണ്. യു ഈസ് ദ സിസ്റ്റർ ഓഫ് എസ്. യു എന്താണ്? എസിൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് അറ്റിൻ്റെ ഡോട്ടറാണ് അല്ലേ? പിന്നെന്താ പറയുന്നത്? ടി ഈസ് ദ സൺ ഓഫ് ഹാഷ്. ഹാഷിൻ്റെ സൺ ടി ആണ്. ഹാഷ് ഹൂ ഈസ് എ മെയിൽ. ഹാഷ് ഒരു മെയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള റിലേഷൻ കൊടുക്കാം. ഏതാണ്? പെർസെൻറ്റേജിൻ്റെ ഡോട്ടറാണ്. എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് പെർസെൻറ്റേജ് അല്ലേ? എവിടെ എഫ്? അതെവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും ഇതിൽ?
എഫ് ഈസ് എ ഡോട്ടർ ഓഫ് പേഴ്സൻറ്റേജ്, ഇതെവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും? Percentage has 2 children. There are 2 married couples in a family. ഫാമിലിയിൽ 2 മാരീഡ് കപ്പിൾസ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു മാരീഡ് കപ്പിൾ ഇതാണ്. പിന്നെ ഏതാണ് മാരീഡ് കപ്പിൾ ഉണ്ടാവുക? ഓക്കെ, ഹാഷിൻ്റെ ഓക്കെ, അപ്പോൾ പോസിബിളി 2 മാരീഡ് കപ്പിൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഹാഷിൻ്റെ വൈഫായിരിക്കൂലേ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലേ പോസിബിലിറ്റി ഉള്ളൂ. എന്നാലേ 2 മാരീഡ് കപ്പിൾസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, കാരണം ഓക്കെ ആ രീതിയിലാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാഷിൻ്റെ വൈഫായിരിക്കും പേഴ്സൻറ്റേജ്, അല്ലേ? പേഴ്സൻറ്റേജ് നെഗറ്റീവ് സിമ്പിൾ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. പിന്നെന്താ പറയുന്നത്? എഫ് ഈസ് ദ ഡോട്ടർ ഓഫ് പേഴ്സൻറ്റേജ്. അപ്പോൾ എഫ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഡോട്ടറാണ്. ഡോട്ടർ പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ ഈ ഒരുവിധം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. 2 മാരീഡ് കപ്പിൾസിൻ്റെ ഫാമിലിയിൽ പേഴ്സൻറ്റേജിന് 2 കുട്ടികളുണ്ട്. നോക്കൂ, പേഴ്സൻറ്റേജിന് 2 കുട്ടികളല്ലേ? ടി ഉണ്ട്, അതേപോലെ എഫ് ഉണ്ട്. ഓക്കെ, എന്നാലേ ഇതിൽ ആൾക്കാർ മൊത്തം ഫില്ലാവുള്ളൂ. ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് ഹൗ ഈസ് എ റിലേറ്റഡ് ടു പേഴ്സൻറ്റേജ്. എയും പേഴ്സൻറ്റേജും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? എ ആക്ച്വലി പേഴ്സൻറ്റേജിൻ്റെ ആരാണ്? എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, അല്ലേ? എ എന്ന് പറഞ്ഞപ്പോൾ ഗേളാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ബ്രദറും ബ്രദറിലും നമുക്ക് ഒഴിവാക്കാം. പിന്നെന്താണുള്ളത്? എൻ്റെ ആരായിരിക്കും പേഴ്സൻറ്റേജ്? പേഴ്സൻറ്റേജിൻ്റെ ആരായിരിക്കും എ? പേഴ്സൻറ്റേജിൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ വൈഫ്, സിസ്റ്റർ ഇൻ ലോ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇങ്ങനെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉള്ള ലോജിക്ക്. ആ ലോജിക്ക് വെച്ചിട്ടാണ് ഞാനിങ്ങനെ 2 കപ്പിൾസ് ഉണ്ട് എന്നുള്ള കാര്യം ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നതുകൊണ്ടാണ് ഹാഷ് എന്നുള്ള ആൾക്ക് ഞാൻ എന്ത് കൊടുത്തത്? ഹാഷ് എന്നുള്ള ആളുടെ വൈഫായിട്ട് ഞാൻ പേഴ്സൻറ്റേജ് കൊടുക്കാനുള്ള കാരണം എന്താ? ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ടാവും. ഇല്ലാത്ത മെമ്പേഴ്സിൻ്റെ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല, എല്ലാ മെമ്പേഴ്സിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ടാവും. അപ്പോൾ 2 മാരീഡ് കപ്പിൾസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹാഷിന് കുട്ടിയുണ്ട്, പക്ഷേ ഹാഷിന് പാർട്ട്ണറില്ല. ആ ഒരു ഘട്ടം വന്നപ്പോഴാണ് പേഴ്സൻറ്റേജ് എന്നുള്ള ആളെ ഞാൻ ഹാഷിൻ്റെ വൈഫായിട്ട് അസൈൻ ചെയ്തത്. ഓക്കെ, ഈ ഒരു തുടക്കത്തിലുള്ള ഈ ഒരു കണ്ടീഷൻ പ്രകാരം, ഓക്കെ, ദർ ആർ 2 മാരീഡ് കപ്പിൾസ് ഇൻ എ ഫാമിലി എന്നുള്ള ഈ ഒരു കണ്ടീഷൻ പ്രകാരം അങ്ങനെയാണ് ഹാഷിൻ്റെ ഡോട്ടറായിട്ട് എഫ് മാറുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. കുറച്ച് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് വേറെ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ആക്ച്വലി ഇതിൻ്റെ ആൻസർ സിസ്റ്റർ ഇൻ ലവ് തന്നെയാണ്. കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്താൽ മതി. അടുത്ത ചോദ്യം നോക്കാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മയാങ്ക്സ് ഫാദർ ഹാസ് എ ബ്രദർ പ്രകാശ്. ഓക്കെ, അപ്പം മയാങ്ക് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാദർ. ഓക്കെ, ഫാദറിന് ഒരു ബ്രദർ ഉണ്ട്, പ്രകാശ്. ഓക്കെ, ഹൂസ് ഡോട്ടർ റിതു. പ്രകാശ് ഹൂസ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? പ്രകാശ് ഹൂസ് ഡോട്ടർ, പ്രകാശിന്റെ ഡോട്ടറാണ് റിതു എന്നാണ് അർത്ഥം. ഓക്കെ, ഹൂസ് ഡോട്ടർ റിതു. ഓക്കെ, പിന്നെ റിതുവിനെ കുറിച്ചാണ് പറയുന്നത്. റിതു ഈസ് കവിതാസ് മദർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശിന്റെ ഡോട്ടർ ആദ്യം മാർക്ക് ചെയ്യാം, റിതു. ഓക്കെ, റിതു ഈസ് കവിതാസ് മദർ എന്നാണ് പറയുന്നത്. അപ്പോൾ റിതുവിന്റെ ഒരു കുട്ടിയാണ് ആര്? കവിത. കവിത എന്നല്ല, ജസ്റ്റ് കെ എന്നൊക്കെ ഡിനോട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെന്താണ്? സോനു ഈസ് റിതുസ് ഒൺലി ബ്രദർ. റിതുവിന്റെ ഒൺലി ബ്രദറാണ് സോനു. ഹൗ ഈസ് സോനു റിലേറ്റഡ് ടു മയാങ്ക്. സോനു മയാങ്ക് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അവർ തമ്മിൽ എന്തായിരിക്കും റിലേഷൻ? കസിൻസ് ആയിരിക്കും, അല്ലേ? കാരണം മയാങ്കിന്റെ ഫാദറിന്റെ ബ്രദറിന്റെ സണ്ണാണ് എന്ത്? ആര്? സോനു എന്ന് പറയുന്നത്, അല്ലേ?
സോൻ എന്തായിരിക്കും? കസിൻ ബ്രദർ ആയിരിക്കും. കസിൻ ബ്രദർ ആയിരിക്കും. കസിൻ ബ്രദർ ഒന്നും സാധാരണ യൂസ് ചെയ്യാറില്ല, എവിടെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാറില്ലാതെ കസിൻ ബ്രദർ എന്നുള്ള ടേം കണ്ടിട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ല കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ എന്നല്ലേ. തൽക്കാലം ഇപ്പോൾ കൊളോക്കിയലി പറയാം, കസിൻ ബ്രദർ ആണെന്നുള്ള കാര്യം പറയാം. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, മറ ആൻഡ് ലാലി ആർ സിസ്റ്റേഴ്സ്. തുടക്കം തന്നെ ചെയ്തു പോവാം. മറ, ലാലി ആർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് സിസ്റ്റേഴ്സ് ആണ്. പിന്നെന്താ പറയുന്നത്? മഹേഷ് ഈസ് ദ ഫാദർ ഓഫ് ദേവ്. മഹേഷ് ആരാ? മഹേഷിനെ കുറിച്ച് യാതൊരുവിധ വിവരമില്ല. അടുത്തത് എന്താണ്? ഗർഗി ഈസ് ദ മദർ ഓഫ് മല ആൻഡ് ദേവ് അല്ലെ. ഗർഗി എന്താണ്? ഇവരുടെ മദർ ആണ് ഗർഗി. ദേവിന്റെയും മദറാണ്. ഓക്കെ, അതിനർത്ഥം എന്താണ്? ദേവ് ഇവരുടെ സിബ്ലിങ്സ് ആണ്. ലാലിന്റെയും അതേപോലെ മലന്റെയും സിബ്ലിങ്സ് ആണ്. അടുത്ത എന്താണ്? ഇത് ദേവ് ആണല്ലേ. മഹേഷ് ഇസ് ദ ഫാദർ ഓഫ് ദേവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാദർ ആണ് ആക്ച്വലി ആര്? മഹേഷ്. നമ്മൾ നേരത്തെ മിസ് ചെയ്തിട്ടുള്ള ഈ റിലേഷൻ അല്ലേ, അത് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ മഹേഷ് ആരായി? ഇവരുടെ ഫാദർ ആയി. മല അതേപോലെ ലാലി അതേപോലെ ദേവിന്റെ, ഇവരുടെ മൂന്ന് പേരുടെയും ഫാദർ ആയി. ഹൗ ഈസ് മഹേഷ് ഫാദർ റിലേറ്റഡ് ടു ലാലി? മഹേഷിന്റെ ഫാദർ റിലേറ്റഡ് ടു ലാലി. ലാലിയും മഹേഷിന്റെ ഫാദറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ലാലിന്റെ ആരായിരിക്കും? ലാലിന്റെ ഫാദറിന്റെ ഫാദർ അല്ലെ. ലാലിയുടെ ഫാദറിന്റെ ഫാദർ എന്ന് വെച്ചാൽ എന്താണ്? മാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആയിരിക്കും. സോറി, മാറ്റേണൽ അല്ല, പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ്. കാരണം പാറ്റേണൽ റിലേറ്റഡ് ടു ഫാദർ, മാറ്റേണൽ റിലേറ്റഡ് ടു മദർ. ഓക്കെ, ഫാദറിലൂടെയുള്ള ഫാദറിന്റെ അച്ഛനായിട്ടുള്ള മുത്തച്ഛനെ പറയുന്നവരാണ് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. മദറിന്റെ അച്ഛനായിട്ടുള്ള മുത്തച്ഛനെ പറയുന്നവരാണ് മാറ്റേണൽ ഗ്രാൻഡ് ഫാദറും. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദർ ഈസ് എ ഫാമിലി ഓഫ് 5 മെമ്പേഴ്സ് KLMNO. ഇങ്ങനെ 5 മെമ്പേഴ്സ് ഉണ്ട്. എമംഗ് ദം ദർ ഈസ് 1 മാരീഡ് കപ്പിൾ. ഈ കൂട്ടത്തിൽ ഒരു മാരീഡ് കപ്പിൾ മാത്രമാണ് ഉള്ളത് കേട്ടോ. O ഈസ് അൺമാരീഡ്. ഓക്കെ, ഒരു അൺമാരീഡ് ആയിട്ടുള്ള ആളെ കിട്ടി. O എന്നുള്ള ആൾ അൺമാരീഡ് ആണ്. പിന്നെന്താണ്? ആൻഡ് ഈസ് ദ ബ്രദർ ഓഫ് K. ഓക്കെ, അപ്പോൾ O എന്ന് പറഞ്ഞ ആള് K എന്ന ആളുടെ ബ്രദർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, K എന്ന ആളുടെ ബ്രദർ. അപ്പൊ ഇവരുടെ അച്ഛനും അമ്മയായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി മാരീഡ് ആയിട്ടുള്ള ആളുകൾ. മേ ബി, പോസിബിളി നോക്കാം. കാരണം ഒൺലി 1 മാരീഡ് കപ്പിൾ ആണുള്ളത്. അപ്പൊ അങ്ങനെ ഗസ്സിലേക്ക് വരാം എങ്കിൽ എളുപ്പമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഗസ് തെറ്റായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ O ഈസ് അൺമാരീഡ്. O അൺമാരീഡ് ആണ്. ഈസ് ദ ബ്രദർ ഓഫ് K. N ഈസ് ദ സിസ്റ്റർ ഓഫ് O. N എന്താണ്? സിസ്റ്റർ ആണ്. ഓക്കെ, നെഗറ്റീവ്. M is the only married female and the mother of N. Okay, M actually ആരുടെ മദർ ആണ്? M എന്ന് പറഞ്ഞാൽ M is the only married female, അതായത് ഇവരെല്ലാവരുടെയും അമ്മയായിരിക്കും ഒരുപക്ഷെ M. ഓക്കെ, മാരീഡ് ഫീമെയിൽ. and the mother of N. ഓക്കെ, അപ്പോൾ M എന്ന് പറഞ്ഞാൽ എൻ്റെ മദറും കൂടിയാണെന്ന് പറയാം. എൻ്റെ മദറും കൂടിയാണെങ്കിൽ പോസിബിളി O അതേപോലെ K എന്നിങ്ങനെ രണ്ടാളുകളുടെയും മദർ ആയിരിക്കും. ഓക്കെ, അടുത്ത എന്താ പറയുന്നത്? L and O ആർ ദ ഒൺലി മെയിൽസ് ഇൻ ദ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പിലുള്ള രണ്ട് മെയിൽസ്, ഒൺലി മെയിൽസ് എന്ന് പറയുന്നത് എല്ലും ഓവുമാണ്. അപ്പോൾ പോസിബിളി L എന്തായിരിക്കും? ഒരു മെയിൽ കിട്ടിയിട്ടുണ്ട്, O കിട്ടിയിട്ടുണ്ട്. അതല്ലാത്ത മെയിൽ ആരായിരിക്കും? എമ്മിൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ K എന്തായിരിക്കും? K ഫീമെയിൽ ആയിരിക്കും. ആകെ 2 മെയിലുള്ളൂ, ഒന്ന് O ആണ്, ഒന്ന് L ആണ്. അപ്പോൾ മറ്റേ K എന്തായിരിക്കും? K നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത്? വൂ ഈസ് ദ ഫാദർ ഓഫ് K? K എന്ന ആളുടെ ഫാദർ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. KON ഈ മൂന്നാളുകളുടെയും ഫാദർ ആരാണ്? L എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് മൂന്നാളുടെയും ഫാദർ. വളരെ ഈസി അല്ലേ ക്വസ്റ്റ്യൻ? അപ്പോൾ ഈ സെഷനിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം ചെയ്യാം. ഈ ചോദ്യം എൻ്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് CGL 2019 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. CGL 2019 പ്രീ. ഓക്കെ, ഞാൻ ആദ്യമായിട്ടായിരുന്നു റീസണിങ്ങിൽ ബ്ലഡ് റിലേഷനിൽ ഈ ഒരു ടൈപ്പ് ചോദ്യം കാണുന്നത്. സംഭവം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്യാൻ ആർക്കും വേണമെങ്കിൽ വളരെ ഈസി ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് സമയം എടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ള U ഈസ് ദ ഡോട്ടർ ഓഫ് Q.
ഇങ്ങനെ സിഗ്നിഫൈ ചെയ്യുന്ന റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇൻ കേസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ആളുകൾ ഈ ഒരു ഓർഡറിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ABCD എന്നുള്ള ഓർഡറിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ ഈ 3 ചെയ്ത് നോക്കേണ്ടി വരും, മിനിമം 3 ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങൾ 3 തെറ്റാണെങ്കിൽ ഉറപ്പായാലും ഡി ആയിരിക്കും ആൻസർ. എത്ര സമയം പോകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, പക്ഷെ അത്ര സമയം നമുക്ക് കൊടുക്കാനില്ല. ഞാൻ ഈ ചോദ്യം ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ നേരെ ഡയറക്റ്റ് ലീവ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എല്ലാം ചെയ്തു, സ്പീഡിൽ ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് റീസണിങ് എൻ്റെ ഷിഫ്റ്റിൽ കുറച്ച് ടഫായിരുന്നു, അത്യാവശ്യം നല്ല ടഫായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബാക്കിയുള്ള എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് റീസണിങ്ങിൽ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3 കിട്ടി. ഏറ്റവും അവസാനം ഞാൻ ചെയ്യാൻ വെച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ചോദ്യം. ഓക്കെ, അപ്പോൾ മിനിമം ഒരു 2 മിനിറ്റ് എടുക്കുന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോക്കിൽ നോക്കുമ്പോൾ ആകെ 40 സെക്കൻഡ് മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് വിട്ടുകൊടുക്കാൻ തോന്നിയില്ല. 2 മാർക്കല്ലേ, 2 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എക്സാമിനേഷനിൽ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മൾ ഇഷ്ടപ്പെട്ട പോസ്റ്റ് കിട്ടാൻ ചിലപ്പോൾ നമ്മളും ആ പോസ്റ്റിന് നമ്മളുള്ള ദൂരം ചിലപ്പോൾ 2 മാർക്കോ 1 മാർക്കോ 1/2 മാർക്കൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. ജോബ് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ കട്ട് ഓഫിൻ്റെ തൊട്ടടുത്തായിരിക്കും 1/2 മാർക്കിൻ്റെ ആയിരിക്കും നമുക്ക് മിസ്സാവുന്നുണ്ടാവുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനം 40 സെക്കൻഡാണ് ഇതിന് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക, കിട്ടില്ല എന്നുള്ളത് പോട്ടെ. അപ്പോൾ ഞാൻ 2 കൽപ്പിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് ചെയ്തു. പെട്ടെന്ന് ചെയ്തപ്പോൾ ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഓപ്ഷൻ എ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. എക്സാക്ട്ലി ഭാഗ്യവശാൽ ആ ഓപ്ഷൻ എ ആയിരുന്നു കറക്റ്റ് ആൻസർ. കിട്ടും ചെയ്തു, ഞാൻ അത് മാർക്കിങ് ചെയ്തു, ശരിയാവും ചെയ്തു. ഓക്കെ, അതെന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാണ്. അങ്ങനെ എനിക്ക് ആ റീസണിങ്ങിൽ 50 ഔട്ട് ഓഫ് 50 സ്കോർ ചെയ്യാൻ പറ്റി. 50 ഔട്ട് ഓഫ് 50 കിട്ടി. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സാധനം കിട്ടിയപ്പോൾ, എക്സാക്ട്ലി കിട്ടിയപ്പോൾ. ആക്ച്വലി നിങ്ങളെ ഓപ്ഷൻസ് ശരിക്കും ഷഫിൾഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് സെയിം ഷിഫ്റ്റിൽ എഴുതുമ്പോൾ അയാൾക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പറല്ലേ വരിക. ചിലപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, അപ്പുറത്തെ ആൾക്ക് ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ, അതിൻ്റെ അപ്പുറത്തെ ഓപ്ഷൻ ഡി ആയിരിക്കും ചിലപ്പോൾ ആൻസർ. പറയാൻ പറ്റില്ല. എന്തോ ഭാഗത്തിന് എനിക്ക് ഓപ്ഷൻ എ തന്നെ കിട്ടി. ആദ്യം എനിക്ക് ഓപ്ഷൻ എ തന്നെ ചെയ്യാൻ തോന്നി. അപ്പോൾ എന്തോ ഭാഗത്തിന് കറക്റ്റ് ആയി. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ മറക്കില്ല. എന്തായാലും ഇതൊന്നും ചെയ്തു നോക്കാം അല്ലേ. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ A is the mother of B, A into B എന്ന് പറഞ്ഞാൽ A is the sister of B, A divided by B എന്ന് പറഞ്ഞാൽ A is the daughter of B. അപ്പോൾ ഇതിൽ ഏതാണ് U is the daughter of Q എന്ന് പറയുന്ന ഏത് എക്സ്പ്രഷൻ ആണെന്നുള്ള കാര്യം നോക്കാം. ആദ്യത്തെ Q മൈനസ് Z എന്ന് പറഞ്ഞാൽ Q is the mother of Z അല്ലെ, Q is the mother of Z. പിന്നെന്താണ് Z divided by U, Z is the daughter of B, Z is the daughter of U അല്ലെ. Z എന്ന് പറഞ്ഞാൽ ആരുടെ ഡോട്ടർ ആണ്, Z is the daughter of U. U എന്ന ആളുടെ ഡോട്ടർ ആണ് Z അല്ലേ. അപ്പൊ U ആക്ച്വലി ആരായിരിക്കും, Qന്റെ ഹസ്ബൻഡ് ആയിരിക്കും. ഓക്കെ, ഇത്ര മതി. K എന്നുള്ള റിലേഷൻ നമുക്ക് ആവശ്യമില്ല, കാരണം U is the daughter of Q എന്ന് സിംബലൈസ് ചെയ്യുന്ന റിലേഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ U എന്ന് പറയുന്നത് Qന്റെ ഹസ്ബൻഡ് ആണല്ലേ, U എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. ഈ റിലേഷൻ, ഒന്നാമത്തെ റിലേഷൻ തെറ്റാണ്. രണ്ടാമത്തെ റിലേഷൻ നോക്കാം. Q മൈനസ് Z ഇൻറ്റു Q. Q മൈനസ് Z എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ Q ഈസ് ദ മദർ ഓഫ് Z. Z ഇൻറ്റു U എന്ന് പറഞ്ഞാൽ എന്താണ്, Z ഈസ് ദ സിസ്റ്റർ ഓഫ് U അല്ലെ. Z ഈസ് ദ സിസ്റ്റർ ഓഫ് U. അപ്പോൾ ഇപ്പോൾ നമുക്ക് Qയും Uവും തമ്മിലുള്ള റിലേഷൻ കിട്ടി. ഇവിടെ എന്താണ്, U is the daughter of Q. U ഡോട്ടർ ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ പറ്റില്ല. ചിലപ്പോൾ അടുത്ത റിലേഷൻ കൂടി നോക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് U ഡോട്ടർ ആണോ അതോ ഫീമെയിൽ ആണെന്നോ മെയിൽ ആണെന്നുള്ള കാര്യം ഗസ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത റിലേഷൻ നോക്കാം. U ഡിവൈഡഡ് ബൈ K എന്നുള്ള റിലേഷൻ കൂടി നോക്കേണ്ടി വരും. U ഡിവൈഡഡ് ബൈ K എന്താണ്, ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ U is the daughter of K അല്ലെ. U is the daughter of K. അപ്പോൾ K എന്ന ആളുടെ മകളാണ് U. അതിനർത്ഥം Q എന്ന ആളുടെ ഹസ്ബൻഡ് ആണ് K. അപ്പോൾ U നെഗറ്റീവ് ആണ്, U മകളാണ് അല്ലെ, ഡോട്ടർ അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻ നോക്കൂ, U is the daughter of Q എന്നുള്ള റിലേഷൻ കറക്റ്റ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, ഭാഗ്യത്തിന് രണ്ടാമത്തെ കാര്യം കറക്റ്റായി കിട്ടി. ചില കേസിൽ മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടുപോയനെ. ഓക്കെ, അപ്പോൾ അടുത്തത് K മൈനസ് Z. ബാക്കി 2 ഓപ്ഷൻ കൂടി വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. K മൈനസ് Z എന്ന് പറഞ്ഞാൽ K is the mother of Z അല്ലെ. യെസ്, K is the mother of Z. Z ന്റെ മദറാണ് K. പിന്നെന്താണ് Z ഡിവൈഡഡ് ബൈ U. Z ഡിവൈഡ് ബൈ U എന്ന് പറഞ്ഞാൽ Z ഈസ് ദ ഡോട്ടർ ഓഫ് U. Z എന്ന് പറഞ്ഞാൽ U എന്ന ആളുടെ ഡോട്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ U
കെയുടെ ഹസ്ബൻഡ് ആയിരിക്കും. പിന്നെ അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് യു ഇൻറ്റു ക്യൂ. യു ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ അല്ലേ? അത് ഒരു ബന്ധമില്ലാത്ത റിലേഷൻ ആയി പോകും. കാരണം യു എന്നുള്ള ആൾ ആണാണെന്ന് നമുക്ക് ഇവിടുന്ന് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പിന്നെ യു ഈസ് ദ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒരു ബന്ധം ഉണ്ടാവില്ല. ടോട്ടലി എന്താ പറയാ, ടോട്ടലി ഇൻകറക്റ്റ് ആണത്. നോട്ട് പോസിബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കെ മൈനസ് യു എന്ന് പറഞ്ഞാൽ കെ ഈസ് ദ മദർ ഓഫ് യു. യു ഡിവൈഡ് ബൈ സെഡ്. യു ഈസ് ദ ഡോട്ടർ ഓഫ് സെഡ്. ഓക്കെ ആയിക്കോട്ടെ. യു ഈസ് ദ ഡോട്ടർ ഓഫ് സെഡ്. യു ആരുടെ ഡോട്ടറാണ്? സെഡിന്റെ ഡോട്ടറാണ്. സെഡ് എന്ന് പറഞ്ഞാൽ കെന്റെ ഹസ്ബൻഡ് ആയിട്ട് വരും അല്ലേ? പിന്നെന്താണ് അടുത്ത റിലേഷൻ? സെഡ് ഇൻറ്റു ക്യൂ. സെഡ് ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, വീണ്ടും സെഡ് സിസ്റ്റർ ആയി. സെഡ് ഹസ്ബൻഡ് സിസ്റ്റർ ഒരുമിച്ചാകാൻ എന്തായാലും പറ്റില്ല, പോട്ടെ. അപ്പോൾ ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരുപാട് എല്ലാ ടൈപ്സും, ഒരുവിധം പ്രീവിയസ് ഇയർ വെച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ടൈപ്സും, ഒരുവിധമല്ല എല്ലാ ടൈപ്സും എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ടൈപ്പ് ഞാൻ കണ്ടിട്ടില്ല. പ്രീവിയസ് ഇയർ ഇതുവരെ ചോദിച്ചിട്ടുള്ള ടീച്ചേഴ്സ് പാറ്റേണിൽ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. ഈ പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻസ് ആ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പഠിക്കുക എന്ന് പറയാൻ പറ്റില്ല, പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുക, സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന എൻഷുർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അടുത്ത ലെസൺ നമുക്ക് വീണ്ടും കാണാം. ബൈ.